ഹലോ വെൽക്കം ബാക്ക്. സോ ഈ ഒരു ലെസണിൽ നമ്മളൊരു ടൈമർ ആപ്ലിക്കേഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പൊമഡോറോ ടൈമർ പോലെ, അതായത് യൂസർ ഒരു ടൈം എൻ്റർ ചെയ്യും, അത്രയും ടൈം ഇങ്ങനെ ക്ലോക്ക് ടിക്ക് ചെയ്യുന്ന പോലെ. നമ്മൾ സാധാരണ പഠിക്കുമ്പോഴൊക്കെ പൊമഡോറോ ടൈമർ ഉപയോഗിക്കില്ലേ, അതുപോലെ നമുക്ക് ടൈം എത്രയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം. ചെറിയൊരു ആപ്ലിക്കേഷനാണ്. സോ നമ്മളിത് പൈത്തണിൽ ഒബ്വിയസ്ലി ടൈം മൊഡ്യൂൾ ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്ട്രീംലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൈത്തൺ ലൈബ്രറിയും കൂടെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സ്ട്രീംലിറ്റ് ചെറിയ വെബ് ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. നമ്മളെ ഡേറ്റാ സ്ക്രിപ്റ്റ്സിനെ വെബ് ആപ്ലിക്കേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കും. നിങ്ങൾക്ക് വലിയ വെബ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന് ഫ്ലാസ്കോ, ജാങ്കോ പോലെയുള്ള വെബ് ഫ്രെയിം വർക്ക്സ് വേണ്ടി വരും. പക്ഷേ ചെറിയൊരു ഡാഷ്ബോർഡോ അല്ലെങ്കിൽ ചെറിയൊരു ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ സ്ട്രീംലിറ്റ് നമ്മൾ ഫ്ലാസ്കോ, ജാങ്കോ ഒക്കെ പഠിക്കുന്ന അത്രയും പഠിക്കാണ്ട് ഈസി ആയിട്ട് പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും എത്ര ഈസിയാണ് അതിൽ ചെയ്യാമെന്ന്. പക്ഷെ അതിൻ്റേതായ ലിമിറ്റേഷൻസും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്താ ചെയ്യേണ്ടത്? പൊമഡോറോ ടൈമർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊമഡോറോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ട്യൂട്ടോറിയൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെർച്വൽ എൻവയോൺമെന്റിലാണ് ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെർച്വൽ എൻവയോൺമെന്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. തൽക്കാലം ഞാൻ ഏതെങ്കിലും നല്ല വീഡിയോ ഉണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എപ്പോഴും പൈത്തൺ ഉപയോഗിക്കുമ്പോൾ പല പ്രോജക്ട്സ് ചെയ്യുമ്പോൾ വെർച്വൽ എൻവയോൺമെന്റ്സ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഓരോ പ്രോജക്റ്റിനും നിങ്ങൾ ഉപയോഗിക്കുന്ന ലൈബ്രറീസും പാക്കേജസും എല്ലാം വ്യത്യാസമായിരിക്കും, അതിൻ്റെ വേർഷൻസ് വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് വെർച്വൽ എൻവയോൺമെന്റ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സ്ട്രീംലിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് പിപ്പ് ഇൻസ്റ്റാൾ സ്ട്രീംലിറ്റ് ചെയ്താൽ മതി. സ്ട്രീംലിറ്റ്. ഓക്കെ, സോ പിപ്പ് ഇൻസ്റ്റാൾ സ്ട്രീംലിറ്റ് ഈ വെർച്വൽ എൻവയോൺമെന്റിൽ ഇൻസ്റ്റാൾ ചെയ്യാണ്. പൈത്തൺ ഓൾറെഡി ഉണ്ടല്ലോ. ഓക്കെ, സ്ട്രീംലിറ്റ് മാത്രം മതി. സ്ട്രീംലിറ്റ് ഇൻസ്റ്റാൾ ആയ ശേഷം ഞാൻ വീണ്ടും നമ്മുടെ VS കോഡിലേക്ക് വന്നിട്ട് ഇവിടെ app.py-നകത്ത് ഇമ്പോർട്ട് സ്ട്രീംലിറ്റ് ആസ് ST എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സോ സ്ട്രീംലിറ്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറയുകയാണ്. ഇൻസ്റ്റാൾ ആയില്ലേ? ഓക്കെ, ഇമ്പോർട്ട് സ്ട്രീംലിറ്റ് ആസ് ST എന്ന് കൊടുക്കുക. എന്നിട്ട് നോട്ട് റിസോൾവ് എന്ന് കാണിക്കേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ST എന്നിട്ട് ജസ്റ്റ് ST. ടൈറ്റിൽ എന്ന് കൊടുക്കുക. ST.ടൈറ്റിൽ പൊമഡോറോ ടൈമർ കൊടുക്കുക. ഓക്കെ, ഇത്രയും കൊടുത്തിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് app.py കാണാം. സ്ട്രീംലിറ്റ് റൺ app.py ഇങ്ങനെയാണ് നമ്മൾ റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കൂ. അപ്പം നിങ്ങൾക്ക് ഇവിടെ ലോക്കൽ URL-ഉം നെറ്റ്വർക്ക് URL-ഉം ഓട്ടോമാറ്റിക്കലി ഫയർഫോക്സിൽ തുറക്കും. അവിടെ നോക്കൂ, പൊമഡോറോ ടൈമർ എന്നുള്ളത് ടൈറ്റിലായിട്ട് വന്നു. ഇങ്ങനെ ഇത്ര എളുപ്പമാണ് സ്ട്രീംലിറ്റിൽ ഒരു വെബ് ആപ്പ് ഉണ്ടാക്കാൻ. നോക്കൂ, ലോക്കൽ ഹോസ്റ്റിൽ നിങ്ങൾക്ക് പൊമഡോറോ ടൈമർ എന്നുള്ള ഇത് വന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് സ്ട്രീംലിറ്റിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സ്ട്രീംലിറ്റ് ഡോക്യുമെൻറ്റേഷനിലേക്ക് നേരെ പോയാൽ അതിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കൂ, ഗെറ്റ് സ്റ്റാർട്ടഡ്, എങ്ങനെയാണ് സ്ട്രീംലിറ്റിൽ ഇൻസ്റ്റാളേഷൻ, അത് നമ്മളിപ്പോൾ കണ്ടു. ക്രിയേറ്റ് ആൻ ആപ്പ് എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്നൊക്കെ. അതുപോലെ തന്നെ ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്നുള്ളത് കമ്പോണൻസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് അതിൻ്റെ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും. ട്യൂട്ടോറിയൽസ് ഉണ്ട് ഇവിടെ. ഓക്കെ, സോ സ്ട്രീംലിറ്റിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്നെല്ലാം കാണാൻ സാധിക്കും. ഓക്കെ, റൈറ്റ്. സെഷൻ സ്റ്റേറ്റ് യൂസിങ് സ്ട്രീംലിറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിലുണ്ട്. ഓക്കെ, എവിടെയാണ് മറ്റേ ചീറ്റ് ഷീറ്റ് ഉണ്ട്. API റെഫറൻസ്. ഓക്കെ, API റെഫറൻസിലാണ് റൈറ്റ് ആൻഡ് മാജിക്, അതുപോലെ ടെക്സ്റ്റ് എലമെന്റ്സ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളതെന്നൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, സോ നമുക്കിപ്പോൾ തൽക്കാലം കുഞ്ഞൊരു ആപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതിപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ പൊമഡോറോ ടൈമർ എന്നുള്ളത് ടൈറ്റിൽ നമ്മൾ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ VS കോഡിലേക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ ഇത് ഒരു മെയിൻ ഫംഗ്ഷനകത്ത് ഇടുകയാണ്. DF മെയിനിനകത്ത് ഇടുകയാണ് ഈ പൊമഡോറോ ടൈമർ. എന്നിട്ട് ടൈറ്റിൽ വെക്കാൻ. അതുപോലെ നമുക്ക് ഒരു ഇൻപുട്ട് യൂസറുടെ അടുത്തുനിന്ന് വാങ്ങിക്കാം. ടൈം ഇൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻപുട്ട് വാങ്ങിച്ചിട്ട് ST.input എന്നുള്ള ST.number input എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. number_input എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് നമ്പർ ഇൻപുട്ട് വാങ്ങിക്കാൻ. ST. എന്ന് കൊടുക്കുന്നതെല്ലാം സ്ട്രീംലിറ്റ് ഫങ്ഷൻസ് ആണ്. എന്നിട്ട് അതിനകത്ത് നമുക്ക് എൻ്റർ ദ ടൈം ഇൻ മിനിറ്റ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, മിനിറ്റ്സിലാണ് നമ്മൾ വാങ്ങിക്കുന്നത്. എൻ്റർ ദ ടൈം ഇൻ മിനിറ്റ്സ് കൊടുത്തിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് മിനിമം വാല്യൂ കൊടുക്കാവുന്നതാണ്. അതായത് മിൻ വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു ആർഗ്യുമെന്റ് ഉണ്ട് അതിനകത്ത്. min_value is equal to 1. അതായത്
മിനിമം വാല്യൂ 1 മിനിറ്റ് ആണ്. അതിനും താഴെ, കാരണം നമ്മൾ മിനിറ്റിലാണല്ലോ വാങ്ങിക്കുന്നത്, അപ്പോൾ അതിനും താഴെ കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ. ഓക്കെ, മിൻ വാല്യൂ 1. അതുപോലെ വാല്യൂ എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, അതായത് ഡീഫോൾട്ട് വാല്യൂ എത്രയാണെന്നുള്ളത് 25 എന്ന് കൊടുക്കാം. അപ്പോൾ മെഡേറോ സാധാരണ നമ്മൾ 25 വെക്കാറുള്ളത്, അതുകൊണ്ട് അത് 25 എന്ന് കൊടുത്തു. ടൈം ഇൻ മിനിറ്റ്സ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് sd.write ടൈം ഇൻ മിനിറ്റ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം സ്ട്രീംലിറ്റ് ഇവിടെ നോക്കൂ, ഇവിടെ സോഴ്സ് ഫയൽ ചേഞ്ച്ഡ് റീറൺ എന്നുണ്ട്. വീണ്ടും നിങ്ങൾക്ക് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഓൾവേസ് റീറൺ എന്ന് കൊടുക്കണം. അതായത് സോഴ്സ് ഫയൽ എപ്പോൾ ചേഞ്ച് ആവുന്നോ അപ്പോൾ എല്ലാം സ്ട്രീംലിറ്റ് റീറൺ ചെയ്യണം. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കോഡ് ഒന്നുകൂടെ റൺ ആവും. അപ്പോൾ ഓൾവേസ് റീറൺ കൊടുക്കുമ്പോൾ നോക്കൂ, ഇത് റീറൺ ആവുകയാണ്. ഒന്നും വരുന്നില്ലേ? ഓക്കെ, ഒന്നും വരുന്നില്ല, കാരണം നമ്മളിവിടെ മെയിനിനെ വിളിച്ചിട്ടില്ലേ, വെറുതെ ഡിഫൈൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് ജസ്റ്റ് ഇഫ് നെയിം ഓക്കെ ഇസ് ഈക്വൽ ടു മെയിൻ ആണെങ്കിൽ ഓക്കെ മെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്യും കൂടെ ചെയ്യും. അത് മറന്നുപോയി. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടെ പോകുമ്പോൾ നോക്കൂ, ഇവിടെ വന്നു. ഈ 25 എന്നുള്ളതാണ് ബൈ ഡീഫോൾട്ട് ടൈം. എൻ്റർ ദ ടൈം ഇൻ മിനിറ്റ്സ് എന്നുള്ളത് നോക്കൂ, നമ്മളിവിടെ കോഡിൽ ഈ ഒരു സ്ട്രിങ് കൊടുത്തില്ലേ, അതാണ് എൻ്റർ ദ ടൈം ഇൻ മിനിറ്റ്സ് എന്നുള്ളത്. മേലെ വന്നു ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നു, 25 എന്നുള്ള ഡീഫോൾട്ട് വാല്യൂ വന്നു. ഇവിടെ 25 പ്രിന്റ് ആവും ചെയ്തു. ഈ പ്രിന്റ് ആയത് നമ്മളിവിടെ st.write കൊടുത്തില്ലേ, അതാണ്. ഓക്കെ, സോ വളരെ എളുപ്പമല്ലേ, നമുക്ക് എത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഉണ്ടായി അല്ലേ, അല്ലെങ്കിൽ നമ്മൾ HTML ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടല്ലേ. ഓക്കെ, സോ അതാണ് സ്ട്രീംലിറ്റിന്റെ പ്രത്യേകത. പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതിൽ സുഖമായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇനി നമുക്ക് നമ്മുടെ ലോജിക് എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് ഈ കോൾ ഇവിടെ കിടക്കട്ടെ, ഇതിവിടെ കിടക്കട്ടെ. ഓക്കെ, ഒന്ന് ചെറുതാക്കാം. ഓക്കെ, ടൈം ഇൻ മിനിറ്റ്സ് കിട്ടി. ഈ ടൈം ഇൻ മിനിറ്റ്സ് ഇപ്പം നമ്മൾ പ്രിന്റ് ചെയ്യുന്നില്ല, അതെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഇതിനെ ടൈം ഇൻ സെക്കൻഡ്സ് ആക്കുകയാണ്. ഓക്കെ, ടൈം ഇൻ സെക്കൻഡ്സ് ആക്കുകയാണ്. നമുക്ക് കൗണ്ട് ഡൗൺ സെക്കൻഡ്സിലല്ലേ വേണ്ടത്. ടൈം ഇൻ സെക്കൻഡ്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ടൈം ഇൻ മിനിറ്റ്സിനെ ഇൻറ്റു 60 എന്ന് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ്സ് ആണെങ്കിൽ 5 × 60 അത്രയും സെക്കൻഡ്സ് ആക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു ബട്ടണും കൂടെ ആഡ് ചെയ്യണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഫ് st.button ഓഫ്, st.button എന്ന് പറഞ്ഞാൽ ബട്ടൺ ഉള്ള വെക്കാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനകത്ത് നമുക്കൊരു സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, st.button ഓഫ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എന്നുള്ള ഒരു ടെക്സ്റ്റ് ഉള്ള ഒരു ബട്ടൺ വരും. ഓക്കെ, ഇഫ് കൊടുത്താൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്നുള്ള അർത്ഥം. ഓക്കെ, ഇഫിനകത്ത് ഇങ്ങനെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കൊടുത്താലും ആ ബട്ടൺ അവിടെ പ്രസന്റ് ആവും. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വിളിക്കാം. നമുക്ക് ജസ്റ്റ് കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ വിളിക്കാം. ഓക്കെ, കൗണ്ട് ഡൗൺ. എന്നിട്ട് ഈ ടൈം ഇൻ സെക്കൻഡ്സ് അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാം. അതായത് ഇപ്പം നമുക്ക് മിനിറ്റിൽ യൂസർ ഒരു ടൈം എൻ്റർ ചെയ്യും, അതിന് നമ്മൾ സെക്കൻഡായിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഈ സെക്കൻഡ്സിനെ 1 by 1 മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൗണ്ട് ഡൗൺ ഫംഗ്ഷൻ വിളിക്കുകയാണ്. ഓക്കെ, ഇനി ഈ കൗണ്ട് ഡൗൺ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അത് നമുക്ക് ഇവിടെ മേലെ df കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ബാക്കി ലോജിക് അതിനകത്ത് എഴുതാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കൗണ്ട് ഡൗണിനകത്ത് നമ്മൾ ടൈം ഇൻ സെക്കൻഡ്സ്, അതിനെ നമുക്ക് TS എന്ന് വിളിക്കാം ചെറുതാക്കിയിട്ട്. ടൈം ഇൻ സെക്കൻഡ്സ് ഇതിനകത്ത് വരും. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഈ ടൈം ഇൻ സെക്കൻഡ്സിനെ കുറച്ച് കൊണ്ടുവരണം അല്ലേ. കുറച്ച് കൊണ്ടുവരുന്നതിന് ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ, പുറത്ത് പ്രിന്റ് ചെയ്യുമ്പോൾ 25 ആണെങ്കിൽ 24.59, 24.58, 24.57 ഇങ്ങനെയല്ലേ കുറഞ്ഞു വരേണ്ടത്. അല്ലാണ്ട് നമ്മൾ 24 × 60 ചെയ്തിട്ട് വലിയൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കാണാനൊരു വൃത്തി ഉണ്ടാവില്ല അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ TSനെ വെറുതെ TS മൈനസ് ചെയ്യാണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ TSനെ വീണ്ടും മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് 25 എന്ന് തുടങ്ങുകയാണെങ്കിൽ 24.59, 24.58 അങ്ങനെ കുറഞ്ഞ് പിന്നെ 23 അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളൊരു ലൂപ്പിനകത്താണ് ഇത് ഇടുന്നത്. വൈൽ TS, അതായത് TSന്റെ വാല്യൂ 0 ആകുന്ന പോലെ എത്ര സെക്കൻഡ്സ് ആണെങ്കിൽ അത്രയും സെക്കൻഡ്സ് നമ്മൾ എന്ത് ചെയ്യും, മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ് ആയിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് div mode എന്നുള്ള ഫംഗ്ഷൻ ആണ്. div mode എന്താ ചെയ്യാന്ന് വെച്ചാൽ നോക്കൂ, ഇവിടെ തന്നെ കാണാം റിട്ടേൺസ് ദ ടപ്പിൾ x ഡിവൈഡഡ് ബൈ വൈയും x%y. അതായത് എക്സിനെ y വെച്ച് ഡിവൈഡ് ചെയ്തതും എക്സിനെ y വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡറും നമുക്ക് റിട്ടേൺ ചെയ്യും. അതായത് div mode ഓഫ് നമ്മൾ എന്താ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കാന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ്സ് 60 കൊടുക്കും. അതായത് അപ്പൊ ഈ ഒരു കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നോക്കൂ, അറ്റ് എനി പോയിന്റ് നമുക്കൊരു 259 സെക്കൻഡ്സ് ആണ് ഇനി റിമൈനിങ് കൗണ്ട് ഡൗൺ എന്ന് വിചാരിക്കുക. ഓക്കെ, സെക്കൻഡ്സിന്റെ ഇതിൽ ചിന്തിക്കുമ്പോൾ 259 സെക്കൻഡ്സിനെ നമ്മൾ മിനിറ്റ് ആൻഡ് സെക്കൻഡ് ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 259നെ 60 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വാല്യൂ ആണോ നമുക്ക് കിട്ടുക, ഡിവൈഡ് ചെയ്തിട്ട് റിസൾട്ട് ആയിട്ട് കിട്ടുക, അത്രയും മിനിറ്റ് ആണ് ഇനി റിമൈനിങ് ആയിട്ടുള്ളത്.
അതുപോലെ തന്നെ ആ 259നെ 60 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഡിവൈഡായി പോവാത്ത കുറച്ച് വാല്യൂ റിമൈൻഡർ ആയിട്ടുണ്ടാവുമല്ലോ, അതാണ് ബാക്കിയുള്ള സെക്കൻഡ്സ്. അങ്ങനെയല്ലേ നമ്മൾ ഒബിയസ്ലി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ div മോഡ് ചെയ്യുമ്പോൾ div മോഡ് നമുക്ക് x ഡിവൈഡഡ് ബൈ y ആസ് ഫസ്റ്റ് ആർഗ്യുമെൻറ്റും x%y ആസ് സെക്കൻഡ് ആർഗ്യുമെൻറ്റും തരും. അതായത് ഇനി എപ്പോൾ ഏതൊരു TS വാല്യൂവിനും ഇനി അത് എത്ര മിനിറ്റ് ആൻഡ് സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. ഓക്കെ, നിങ്ങൾക്ക് 1345 സെക്കൻഡ്, 1344 സെക്കൻഡ്, 43 സെക്കൻഡ് ഇങ്ങനെ ടൈമറാണോ ഇഷ്ടം, അതോ 24 മിനിറ്റ് 59 സെക്കൻഡ്, 24 മിനിറ്റ് 58 സെക്കൻഡ്, ഇതല്ലേ കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, സോ ടൈം നൗ എന്ന് കൊടുക്കാം നമുക്ക്. ടൈം നൗ ഇസ് ഈക്വൽ ടു നമ്മൾ ഇതിനെ ജസ്റ്റ് ഈ മിനിറ്റ്സിനെ സെക്കൻഡ്സിനെ ഫോർമാറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യാണ്. അപ്പം ഞാനിവിടെ ഇതിന് ഫോർമാറ്റ് ചെയ്യാണ്. പൈത്തൺ ഫോർമാറ്റിംഗ് സ്ട്രിങ്സ് ഉപയോഗിച്ചിട്ട് 0-2D, അതായത് 2 പ്ലേസിന് റൗണ്ട് ചെയ്യാൻ പറയാണ്. ഓക്കെ, അതേപോലെ ഇവിടെയും നമ്മൾ 0-2D ഓക്കെ ഡോട്ട് ഫോർമാറ്റ്. ഓക്കെ, ഫോർമാറ്റ് കൊടുത്തിട്ട് മിനിറ്റ്സ് സെക്കൻഡ്സ്. ഓക്കെ, ഇതിങ്ങനെ ഫോർമാറ്റ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ആദ്യം പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വൃത്തികേടായിട്ട് വരികയാണെങ്കിൽ ഫോർമാറ്റ് ചെയ്യുക. ഓക്കെ, 2 പ്ലേസിൽ 24 ആൻഡ് 30 സെക്കൻഡ് ആണെങ്കിൽ 3-0 അങ്ങനെ വരണമല്ലോ, 2 പ്ലേസിൽ റൗണ്ട് ചെയ്തിട്ട്. ഓക്കെ, സോ അതാണ് ടൈം നൗ എന്നുള്ള സ്ട്രിങ്. ഇനി ഈ ടൈം നൗവിനെ നമുക്ക് പ്രിന്റ് ചെയ്യണമല്ലോ, അപ്പോൾ നമ്മൾ st.header എന്ന് കൊടുക്കാം, കുറച്ച് വലുതായി പ്രിന്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടൈം നൗ st.right എന്ന് കൊടുത്താലും മതി, st.header കുറച്ച് ഹെഡിങ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടൈം നൗ എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സെക്കൻഡ് മൈനസ് ചെയ്യണം, അതായത് TS മൈനസ് ഈക്വൽ ടു 1. ഈ വൈൽ TS എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ് ഇനീഷ്യലി കൊടുത്തത് അത് ഓരോ ലൂപ്പിനകത്തും മൈനസ് ആയിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് ചെറിയ 2 കാര്യം കൂടെ ചെയ്യാനുണ്ട്, പക്ഷെ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ കാണുന്നുണ്ട്, ഇത് റീറൺ ആയി ഓൾറെഡി. സ്റ്റാർട്ട് അടിക്കുമ്പോൾ നോക്കൂ, ഇത് റൺ ആവുന്നുണ്ട്. നോക്കൂ, 25-24 ഇങ്ങനെ പെട്ടെന്ന് വരുന്നുണ്ട് അല്ലേ. നോക്കൂ, ഇത് താഴെ വരുന്നത്, നമുക്കിതൊക്കെ മാറ്റാനുണ്ട്. ഇതിങ്ങനെ വളരെ പെട്ടെന്ന് വാല്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിലേ ആഡ് ചെയ്യാം. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഇതിനകത്ത് നമുക്കിവിടെ ടൈം മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ടൈം എന്ന് കൊടുത്തിട്ട് ഓക്കെ, എന്നിട്ട് TS -1 ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ടൈം ഡോട്ട് സ്ലീപ്പ് ഓഫ് 1 സെക്കൻഡ്. ഓക്കെ, അതായത് വാല്യൂ സെക്കൻഡിന്റെ വാല്യൂ ഇങ്ങനെ 3000, 2999 ഇങ്ങനെ പെട്ടെന്ന് മൈനസ് ചെയ്യാണ്. ഓക്കെ, ഈ പ്രോഗ്രാമിന് അറിയില്ലല്ലോ ഇത് ടൈമാണെന്ന് അല്ലേ, ജസ്റ്റ് നമ്മളൊരു വാല്യൂ കൊടുക്കുന്നു, ആ വാല്യൂ മൈനസ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു 1 സെക്കൻഡ് ഡിലേ ആഡ് ചെയ്താൽ കറക്റ്റ് 1 സെക്കൻഡിൽ ഈ വാല്യൂ ഇങ്ങനെ റിഡ്യൂസ് ചെയ്ത് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അതാണ് ഒരു കാര്യം. ഇപ്പം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കൂ, 25, 24:59, 24:58 ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ഇനി എനിക്കൊരു കാര്യമുള്ളത്, ഇതിപ്പോൾ ഇങ്ങനെ താഴോട്ട് വരുന്നതിന് പകരം എനിക്ക് ഇത് തന്നെ മാറിയിട്ട് ഇവിടെയാണ് വരേണ്ടത്. ടൈമർ അങ്ങനെയല്ലേ, ഇതിങ്ങനെ നിലത്തോട്ട് താഴോട്ട് പോയിട്ട് ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ ഞാൻ അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ പുറത്ത് വന്നിട്ട് ഈ മൊത്തം ബ്ലോക്ക് ഉണ്ടല്ലോ, ഈ മൊത്തം ബ്ലോക്ക് വൈൽ TS അതും കൂടെ ഇവിടെ ഈ സ്ട്രീംലിറ്റിൽ വിത്ത് st.mt എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, empty എന്നിട്ട് ഇത് മുഴുവൻ എടുത്തിട്ട് ഈ emptyക്കകത്തിടും. ഓക്കെ, അതിനർത്ഥം ഈ ഒരു emptyക്കകത്ത് സ്ട്രീംലിറ്റ് empty കണ്ടെയ്നറിനകത്ത് നമ്മൾ കോഡ് ഇട്ട് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഈ ഹെഡറിലെ എലമെന്റ്സ് റീപ്ലേസ് ആവും. ഓക്കെ, സോ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിവിടെ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ നോക്കൂ, അവിടെ തന്നെ വരുന്നുണ്ട് വിത്ത് empty എന്നുള്ളത്. അതിനകത്ത് കൊടുക്കുന്ന കണ്ടൻസ് ഓരോ പ്രാവശ്യം കോഡ് റൺ ചെയ്യുമ്പോഴും അത് എന്താവും, റീപ്ലേസ് ആവും. ഓക്കെ, സോ ഇപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. റൈറ്റ്, ഇതൊരു വലിയ വാല്യൂ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ 1 മിനിറ്റിൻ്റെ ടൈമർ ഇട്ട് നോക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് 1 മിനിറ്റിൻ്റെ ഒരു ടൈമർ സ്റ്റാർട്ട് ചെയ്യണേ. നോക്കൂ, 1 ആയപ്പോൾ അത് അവിടെ നിന്നു. റൈറ്റ്, 1 ആയപ്പോൾ അവിടെ നിന്നു. 0 ആയപ്പം 0 ആകുമ്പോൾ വരില്ലല്ലോ. 0 ആകുമ്പോൾ ഇവിടെ നമ്മുടെ ലൂപ്പ് എക്സിറ്റ് ആവും. അപ്പോൾ നമുക്ക് 1 ആകുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ടൈം അപ്പെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതിയും കൂടെ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈൽ ലൂപ്പിൻ്റെ പുറത്ത് വന്നിട്ട് st.write ടൈം അപ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കൂ, അവിടെ ടൈം അപ്പ് എന്ന് വന്നു. ഓക്കെ, 1 കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് st.write പകരം ഹെഡർ എന്ന് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് വരും. ഓക്കെ, ഇതല്ലാണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫോർമാറ്റ് ചെയ്യാൻ മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിക്കാം, CSS സ്റ്റൈൽസ് ഉപയോഗിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് സ്ട്രീംലിറ്റിൽ.
സോ ചെറിയ പൈത്തൺ പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ആയിട്ട് കാണണമെങ്കിൽ സ്ട്രീംലിറ്റ് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് കൂടുതൽ സ്ട്രീംലിറ്റ് വീഡിയോസ് ഇനി നെക്സ്റ്റ് വീക്കിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.